സഭയായിട്ട് കടന്നു വരുവാൻ ദൈവം സഹായിച്ച ആ ദൈവത്തിൻ്റെ കൃപകൾക്കായിട്ട് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഓരോ അവസരങ്ങൾക്കായിട്ടും ദൈവത്തിൻ്റെ പദ്ധതികൾക്കായിട്ട് ദൈവത്തിൻ്റെ സന്നിധി നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്ത് എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. രാത്രികാല ദൈവത്തിൻ്റെ സന്നിധി നാമായിരിക്കുമ്പോൾ അല്പസമയം നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവിക സാന്നിധ്യം അതിശക്തമായിട്ട് അനുഭവിച്ചറിയുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന സമയങ്ങൾ ദൈവിക കൃപകളെ അനുഭവിച്ചറിയുവാൻ, ദൈവിക സാന്നിധ്യത്തെ അനുഭവിച്ചറിയുവാൻ, ദൈവിക പ്രവൃത്തികളെ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ദൈവിക പ്രവൃത്തികൾ നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം, സ്തോത്രം. പ്രിയ ദൈവദാസനിൽ കൂടെ ദൈവം ശക്തമായിട്ട് ഇടപെടേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അപ്പം ഈ ചൊവ്വാഴ്ചയുടെ രാത്രികാലം അങ്ങയുടെ തിരുസന്നിധിയിൽ കടന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കുന്ന അവിടുത്തെ ദൈവ കൃപകൾക്കായി സ്തോത്രം. കർത്താവെ, ഓരോ നിമിഷവും കർത്താവെ ഞങ്ങളെ വഴി നടത്തുന്ന അവിടുത്തെ ദൈവിക സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്ത് കർത്താവെ, ഈ രാത്രിയുടെ സമയത്ത് കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ കടന്നു വരുവാൻ ഞങ്ങളെ സഹായിച്ച അവിടുത്തെ കൃപകൾക്കായി സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് രാത്രികാലം കർത്താവ് ഞങ്ങളോട് വ്യക്തമായിട്ട് ഇടപെടണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനയെങ്കിൽ ദൈവിക വിടുതലുകൾ അനുഭവിച്ചറിയുവാൻ, ദൈവിക സൗഖ്യത്തെ, ദൈവിക പ്രവൃത്തികൾ അടികളുടെ ജീവിതത്തെ അനുഭവിച്ചറിയുവാൻ ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ദൈവദാസനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവിക അഭിഷേകത്താൽ, ദൈവിക നിയോഗത്താൽ കർത്താവ് ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മധ്യത്തിലും ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരോടത്തോട്ട് പ്രാർത്ഥിക്കുന്നു, വഴിയാതല്ലായിരിക്കുന്നവരോടത്തോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരും തക്ക സമയത്ത് കടന്നു വന്ന കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിങ്ങൾ നിറച്ചാണ് പ്രാർത്ഥനകരനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. പിന്നെ ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം നമുക്ക് ഈ സഭയായിട്ട് കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ. പ്രിയ ദൈവദാസൻ നമ്മുടെ ഷഡസ്വീസ് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പ്രിയ ദൈവദാസനെ കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം നമുക്ക് ഒരു വിഷയം ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ ശബ്ദങ്ങളെ കേൾപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ ദേവദാസനെ നമുക്ക്, പ്രിയ അനിലഡുവിനെ നമുക്ക് വളരെ പരിചിതമാണ്, സുപരിചിതമാണ്. ഒരു സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ്റെ കാര്യമില്ല. അനേക ഗാനങ്ങൾ നമ്മുടെ ക്രൈസ്തവ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള വളരെ അർത്ഥവത്തായിട്ടുള്ള ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ഒരു ദേവദാസനാണ്. പല ഗാനങ്ങൾ നമ്മൾ പലപ്പോഴും പാടി സന്തോഷിക്കുന്നതാണോ, കേട്ട് സന്തോഷിക്കുന്നതാണ്. ഇതുപോലെ രാത്രികാലം നമ്മുടെ മധ്യത്തിലായിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയ ദേവദാസനെ കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്തു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കേൾക്കുന്നില്ല? നല്ല ഈ നിമിഷത്തെ നാട്ടിൽ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് തരുന്ന നല്ല നിമിഷത്തിനായിട്ട് സ്തോത്രം ചെയ്യും. നമ്മുടെ ഏജിയുടെ കോൺഫറൻസിന് രണ്ടാമത്തെ ദിവസം ഞാൻ കോട്ടിട്ടില്ല. കോട്ടിടാതെ ഞാൻ ഇതേ പ്രസംഗം ഷർട്ട് പാട്ട് ഫിറ്റിങ് ചെയ്ത് ഞാൻ ഫ്രണ്ടിൽ വന്നപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കോട്ടിടാതെ ഇരുന്നത്. അപ്പം ഞാനിങ്ങനെ എല്ലാവരും നോക്കി, ഞാൻ മാത്രമേ ഉള്ളൂ കോട്ടിടാത്തത്. ഇന്ന് ഞാൻ മാത്രമേ കോട്ടിട്ടില്ല. അപ്പം ഇനിയിപ്പോൾ കണ്ടേ ഇത്രയും സൗണ്ട് മുമ്പേ ഹല്ലേലൂയ കിട്ടിയില്ല. പോട്ടെ. അപ്പം ഞാനിങ്ങനെ എല്ലാവരും നോക്കിയപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കൂട്ടിടാത്തത്.
അപ്പം എന്നെ ഇച്ചിരി അടുത്തറിയാവുന്ന ഒരാളെൻ്റെ ചെവി വന്നു ചോദിച്ചത് എന്താണെന്നറിയാം, അതിലൊന്നുകൂടെ ഞാനങ്ങ് കുറച്ച് കഴിഞ്ഞപ്പോൾ രവീമ്പള്ളി പാസ്റ്റ് പറഞ്ഞു. ബാക്കി രവീമ്പള്ളി പാസ്റ്റ് കോട്ട് വിട്ടിട്ടില്ല, ഷർട്ട് മാത്രം ഇടുന്നത്. അപ്പം എനിക്ക് ഹൃദയത്തിലൊരു ഭയങ്കര സന്തോഷം. അപ്പം എൻ്റെ കൂടെ ഞാൻ മാത്രമല്ല ഒരാളോട് ഉണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ഞാൻ ആ സ്റ്റേജിൽ നിന്ന് ചൂടെടുത്തിട്ട് അതുകൊണ്ട് സ്റ്റേജ് ചൂടായിരുന്നു. നമ്മുടെ കരം ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ ശ്രദ്ധയും പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു നമുക്കൊരുമിച്ച് കർത്താവിനെ ആരാധിക്കും. ഈ പട്ടണത്തിൽ നമ്മളെ ആയുസ്സോടെ ആരോഗ്യത്തോടെ ഇരുത്തി കർത്താവിൻ്റെ വിശ്വസ്തതകൾക്കായിട്ട് നന്ദി പറയുന്നു. എല്ലാ കണ്ണുകളും അടച്ച് എല്ലാ ആദരങ്ങളും തുറന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എല്ലാ ആദരങ്ങളും തുറന്ന് ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും ഓർത്തുകൊണ്ട് നമ്മുടെ കഴിവും നമ്മുടെ മിടുക്കവും നമ്മുടെ കുടുംബശ്രേഷ്ഠതയും നമ്മുടെ പദവിയോ നമ്മുടെ പഠനമോ നമ്മുടെ പണമോ ഒന്നുമല്ല. കർത്താവിൻ്റെ കൃപയെന്ന് മാത്രം നമ്മൾ ആയുസ്സോടെ ആരോഗ്യത്തോടെ ജീവനോടെ ഇരിക്കുന്നത്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ ആരാധിക്കുവാൻ കിട്ടിയ സമയം അത് വില കൊടുത്ത് ആരാധിക്കുവാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാ തരങ്ങളും ഒന്ന് തുറന്ന് കർത്താവിൽ നന്ദി, യേശുവേ നന്ദി, നിങ്ങളുടെ വലിയ വിശ്വസ്തതകൾക്കായിട്ട് നന്ദി, നിങ്ങളുടെ ദയക്കായിട്ട് നന്ദി, നിങ്ങളുടെ കരുതലിനായിട്ട് നന്ദി. Holy Spirit ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ലാതൊന്നുമില്ല. ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ലാതൊന്നുമില്ല. ഹല്ലേലൂയ 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 ഞാനും എൻ്റെ കുടുംബവും ഇന്നതല്ല യേശു നിർത്തിയതാ. ആടണിയാ പോയിടാതെ താങ്ങി എന്നെ തൻ ഭുജത്താൽ. ഞാനും എൻ്റെ കുടുംബവും ഇന്നതല്ല യേശു നിർത്തിയതാ. താളടിയായി പോയിടാതെ താങ്ങി എന്നെ തൻ ഭുജത്താൽ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ലാതൊന്നുമില്ലേ. ഓർത്തി
യേശുവേ
ആരാധിക്കാൻ പറയണം. അറിയാതെ നമ്മുടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കാൻ ഇടയായിട്ട് ഈ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതിക്കലിരുന്ന മനുഷ്യന് സൗഖ്യം കിട്ടിയ മനുഷ്യൻ അവൻ വീട്ടിൽ പോയില്ല. കിട്ടിയ ഉടനെ അവൻ അകത്ത് കയറിയിട്ട് അവൻ നടന്ന് തുള്ളിച്ചാടി കർത്താവിനെ ആരാധിച്ചു എന്ന് വചനം പറയുന്നു. ഞാൻ അവിടെ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ട് ഇവൻ വീട്ടിൽ പോകാതെ അകത്ത് കയറി? സൗഖ്യം കിട്ടിയ ഉടനെ അകത്ത് കയറി ഒരു പുതിയ ട്രെൻഡ് കൊണ്ടുവന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? നടന്ന് കുറച്ച് കഴിഞ്ഞിട്ട് തുള്ളിച്ചാടി. പേടിയാണ്, തുള്ളിച്ചാടി അവൻ ദൈവത്തെ ആരാധിച്ചു. ഒരു പുതിയ ട്രെൻഡ് എന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ ശാന്തമായി നിന്നപ്പോൾ ഇവൻ മാത്രം തുള്ളിച്ചാടി. എന്താ ഇത്ര ചാടാനുള്ള കാരണം? എന്താ ഇത്ര കൈയടിക്കാനുള്ള കാരണം? എന്താ ഇത്ര സ്തുതിക്കാനുള്ള കാരണം? ഞാൻ വന്ന വഴി എനിക്ക് മാത്രമേ അല്ലേ? ഞാൻ ഇതുവരെ എത്തിയത് അതെനിക്ക് മാത്രമേ അറിയൂ. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ എൻ്റെ കുടുംബ ശ്രേഷ്ഠത കൊണ്ടൊന്നും അല്ല ഇവിടെ എത്തിയത്. ദൈവത്തിന് എന്നെ കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്. ഈ സൗഖ്യം കിട്ടിയ മനുഷ്യന് എത്ര വയസ്സിലധികം പ്രായം ഉണ്ടായിരുന്നു അറിയാം? 40-ൽ. ഈ 3-ാം അധ്യായത്തിലെ സൗഖ്യം അവിടെ കൊണ്ട് തീർന്നില്ല. ആ സൗഖ്യത്തിന്റെ ജയം അടുത്ത അധ്യായത്തിലോട്ട് പോയി. ആമേൻ, സ്തോത്രം. 40-ലധികം വയസ്സുണ്ട് ഈ മനുഷ്യന്. എന്തുകൊണ്ട് 10-ാമത്തെ വയസ്സിൽ കിട്ടിയില്ല വിടുതൽ? എന്തുകൊണ്ട് 15, 20, 25-ാമത്തെ 30-ാമത്തെ വയസ്സിൽ കിട്ടിയില്ല? 40-ലധികം. ദൈവം യഥാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു ദൈവപ്രവർത്തിക്ക് നമ്മുടെ വയസ്സ് ഓവറായി പോയിട്ടില്ല. ആമേൻ പറയാം. ശാന്തമായിട്ട് ഇങ്ങനെ ഇതൊരു ഭയങ്കര പ്രസൻസ് ഉണ്ട്, നല്ല സന്തോഷം. ദൈവം ആഗ്രഹിക്കുന്ന ദൈവപ്രവർത്തിക്ക് നമ്മുടെ വയസ്സ് ഓവറായി പോയിട്ടില്ല. വിഷയമില്ല, ഓവറായി പോയിട്ടില്ല. എന്ന് വെച്ചാൽ ഈ വയസ്സിലും ദൈവത്തിന് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അത്ഭുതം ചെയ്യാൻ പറ്റും. ആമേൻ പറ. ഈ വയസ്സിലും എന്നെ കൊണ്ട് ദൈവത്തിന് ഒരു അത്ഭുതം ചെയ്യാൻ പറ്റും. നിന്റെ വിടുതൽ ചില മത നേതാക്കന്മാരെ തുടങ്ങി വെച്ചിരിക്കുകയാണ് ബ്രദറെ. ഈ 3-ാം അധ്യായത്തിൽ നിന്റെ സൗഖ്യം ചിലത് തിരിക്കാൻ വച്ചിരിക്കുകയാണ്. നിന്റെ വിടുതൽ ചിലതിനെ തിരിക്കാൻ വച്ചിരിക്കുകയാണ്. ചിലർ വിചാരിക്കും ഇവിടെ കൊണ്ട് തീരും, അവിടെ കൊണ്ട് തീരും. ഇല്ല, അവിടെ കൊണ്ട് തീരുന്നില്ല. കർത്താവ് അവിടെ കൊണ്ട് തുടങ്ങും. ചിലര് തീരുന്നെന്ന് പറഞ്ഞെടുത്ത് എന്റെ കർത്താവ് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവൻ നടന്ന് തുള്ളിച്ചാടി കർത്താവിനെ ആരാധിച്ചത്. അവന് ഭിക്ഷ കൊടുത്തവര് കണ്ടു ഇവൻ ചാടുന്നത്. അതുകൊണ്ട് അവര് ചോദിച്ചു, ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്നത്? അതെ, ഈ ആള് തന്നെയാണ്. പക്ഷെ കർത്താവ് സ്ഥിതിയെ മാറ്റി. മുമ്പ് കണ്ടവർ ഇനി കാണുമ്പോൾ സ്ഥിതി മാറി. കണ്ടോ, അവരെ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ കർത്താവിന്റെ കരം ചലിക്കാൻ പോകുന്ന വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കരങ്ങളെ തട്ടി ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുക്കും. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. 10,000-ങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ റോജാവേ, 10,000-ങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ റോജാവേ, അങ്ങേക്കു തുല്യന അങ്ങു മാത്രം, അങ്ങേക്കു തുല്യന അങ്ങു മാത്രം. ചേർന്ന് പറഞ്ഞ അങ്ങേക്ക് തുല്യന, അങ്ങേക്ക് തുല്യന അങ്ങു മാത്രം, അങ്ങേക്ക് തുല്യന അങ്ങു മാത്രം. ആമേൻ, ആമേൻ. ഈ സൗഖ്യം കിട്ടിയവൻ അഭിഷക്തന്മാരെ നോക്കിയിട്ട് വല്ലതും കിട്ടും എന്ന് കരുതി. എങ്ങനെ നോക്കി? വല്ലതും, എന്തെങ്കിലും അല്ല കർത്താവ് ചെയ്യുന്നത്. കർത്താവ് ചെയ്യുകയാണെങ്കിൽ വലിയതേ ചെയ്യും. നസ്രത്തിൽ വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നീ ഇതിലും വലിയത് കാണും എന്നാണ് പറഞ്ഞത്. എത്ര ഒരു വിശ്വസിക്കുന്നുണ്ട്? 1, 2, 3, 4, 5, 6 ആലല്ലേ. കരങ്ങളെ അടിച്ച് ശക്തിയോടെ നമുക്കൊരു പുതിയ പാട്ടോടെ പഠിക്കാം.
ഒരു പുതിയ പാട്ടോടെ പഠിച്ചു. സന്തോഷമല്ലേ? ആമേൻ. ഹല്ലേലൂയ. ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, അവശ്യ നേരത്തെന്നെ കൈവിടാത്തവൻ, വാക്കുമാറാത്തോൻ എൻ്റെ ഉള്ളിലുള്ളതാൽ ആത്മസാന്നിധ്യത്തിൽ ഞാൻ ആരാധിക്കുന്നു. ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, അവശ്യ നേരത്തെന്നെ കൈവിടാത്തവൻ, വാക്കുമാറാത്തോൻ എൻ്റെ ഉള്ളിലുള്ളതാൽ ആത്മസാന്നിധ്യത്തിൽ ഞാൻ ആരാധിച്ചോളാം. ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, അവശ്യ നേരത്തെന്നെ കൈവിടാത്തവൻ, വാക്കുമാറാത്തോ എൻ്റെ ഉള്ളിലുള്ളതാൽ ആത്മസാന്നിധ്യത്തിൽ ഞാൻ ആരാധിക്കുന്നു. ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ, നല്ലവൻ, അവശ്യ നേരത്തെ കൈവിടാത്തവൻ, വാക്കുമാറാത്തോ എൻ്റെ ഉള്ളിലുള്ളതാൽ ആത്മസാന്നിധ്യത്തിൽ ഞാൻ. ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, ആവശ്യ നേരത്തെ കൈവിടാത്തവൻ, വാക്കുമാറാത്തോ
അതിൻ്റെ നാമത്തിലാക്കി. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദാജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നുവെന്ന് അവൻ പറഞ്ഞു. നമുക്ക് ഏറെ പരിചയമുള്ള ഭാഗമാണ്. യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. അത് ചിലർക്ക് പ്രസാദമായി കണ്ടിട്ട് പത്രോസിനെ പിടിച്ച സമയത്ത് പെരുന്നാളായിപ്പോയി. അകത്തെ അവർ കാരാഗ്രഹത്തിനകത്തിട്ടു. ആ സമയത്ത് ജനം ഒരു ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് അഭിഷേകത്തിന് പുറത്തു വന്നു. അതാണ് സംഭവം. ഈ പുറത്ത് വന്ന ആൾ പറഞ്ഞ കാര്യമാണ്, സുബോധം വന്നിട്ട് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് പറഞ്ഞു. അതൊരു വർഷിപ്പാണ്, ഒരു ആരാധനയാണ്. പറയുന്നത് എന്നെ വിടുവിച്ചു. യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. അതുപോലെ കൊല്ലാനുള്ള പ്ലാനും പദ്ധതികളാണ്. ഈ ഹെരോദാവിന്റെ കയ്യിൽ നിന്നും ജനത്തിന്റെ പ്രതീക്ഷയിൽ നിന്നും നമുക്ക് നമ്മളെ പറ്റി നല്ല പ്രതീക്ഷ കുറവാണ്. പക്ഷെ നമ്മളെ പറ്റി മറ്റുള്ളവർക്ക് നല്ല പ്രതീക്ഷ. ഞങ്ങളുടെ അമ്മ എന്നോട് ചോദിച്ചു, നീ എന്ന് അമേരിക്ക പോയിട്ട് വന്നേന്ന്. ഞാൻ അമേരിക്ക പോയില്ല. അപ്പോൾ പറഞ്ഞു, ഈ കടൽ സാധനം വാങ്ങിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ ചേച്ചി ചോദിച്ചു, അനിൽ എന്നാ അമേരിക്ക എന്ന് വന്നേന്ന്. അപ്പം ഞാനിതുവരെ അമേരിക്കയിൽ പോയിട്ടില്ല. കടൽ ചേച്ചിക്ക് അറിയാം ഞാൻ അമേരിക്ക പോയിട്ടില്ല. സാർ പോവും. ഞാൻ പോയിട്ടില്ല, പക്ഷെ നമ്മളെ വിടാൻ വേണ്ടി നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. സ്തോത്രം. ഈ അഭിഷേകം ഉള്ളവരുടെ പ്രത്യേകത, ഈ നമുക്കറിയത്തില്ല നമ്മുടെ ഈ അഭിഷേകത്തിന്റെ വലിപ്പം. പറയാം നമ്മൾ ആരാണെന്ന് മറ്റൊരു ചിലരോട് ചോദിച്ചാൽ അവർ പറഞ്ഞിട്ട് നമ്മൾ ആരാണ്. ഈ യോസഫ് സ്വപ്നം കണ്ടിട്ട് സഹോദരന്മാരോട് പറഞ്ഞപ്പോ കണ്ടാക്ക് അത്ര പ്രതീക്ഷയില്ലായിരുന്നെങ്കിലും കേട്ടാക്ക് നല്ല പ്രതീക്ഷയായിട്ട് ചോദിച്ചു, നീ ഞങ്ങളുടെ രാജാവോ? ഞങ്ങളുടെ രാജാവ് ആകുമോ? അതാണ് അവസ്ഥ. നമുക്ക് ഈ നമ്മളെക്കാട്ടി നന്നായിട്ട് നമ്മൾ ആരാകുമെന്ന് പിശാചിന് നന്നായിട്ട് അറിയാം. അറിയാമോ? അറിയാം. യേശു 40 എത്ര പ്രാവശ്യം ഉപവസിച്ചിട്ടുണ്ട്? എത്ര വട്ടം? ഒറ്റ വട്ടം. എത്ര പ്രാവശ്യം ഉപവസിച്ചിട്ടുണ്ട്? 40. ഇത് മ്യൂസിക് നൈറ്റ് എന്ന് പറഞ്ഞു 40 എത്ര പ്രാവശ്യം ഉപവസിച്ചിട്ടുണ്ട് യേശു? ഒറ്റ വട്ടം ഉപവസിച്ചിട്ടുണ്ടോ? അല്ലേ? നമ്മൾ ആണ്ടുതോറും 21, 7, 14, പിന്നെ 3, പിന്നെ 21. യേശു ഒറ്റ വട്ടം 40 ഇരുന്നുള്ളൂ. എന്നിട്ട് ലാസറയെ പുറത്തു വരാൻ പറഞ്ഞ് അന്നേരം എന്ത് ചെയ്തു? നാറ്റം വെച്ചത് എന്ത് ചെയ്തു? പുറത്തു വന്നു. നമ്മൾ ആണ്ടുതോറും ഇരുന്നിട്ട് ഒരു പനി പോലും. സ്തോത്രം. ഇനി ഈ യേശു 40 ഇരുന്നിട്ട് മരുഭൂമിയിൽ പോയി. അപ്പൊ മരുഭൂമിയിൽ യേശുവിന്റെ കൂടെ ആരൊക്കെയുണ്ടായിരുന്നു? കാട്ടുമൃഗത്തോടു കൂടിയായിരുന്നു. പിന്നെ ദൈവദൂതന്മാരുണ്ടായിരുന്നു. പിന്നെ ആരുണ്ടായിരുന്നു? യേശു ആരുണ്ടായിരുന്നു? ആരുണ്ടായിരുന്നു? പിശാച്. 40 ഇരുന്ന യേശുവിന്റെ കൂടെ പിശാച് ഉണ്ടെങ്കിൽ പിന്നെ 3 ഇരുന്ന നമ്മുടെ കൂടെ എന്തായാലും കാണും. ഇഷ്ടപ്പെട്ട എന്തായാലും കാണും. കൂടെ യേശുവിന്റെ കൂടെ നടന്ന 10 ദിവസം പറഞ്ഞില്ലേ സാത്താനെ? ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ 40 ഇരുന്ന യേശുവിന്റെ കൂടെ പിശാച് ഉണ്ടെങ്കിൽ നമ്മൾ 21 ഇരുന്നാലും 3 ഇരുന്നാലും 7 ഇരുന്നാലും ആരുണ്ടോ കൂടെ? അത് പ്രശ്നമായില്ല. ശരിവാക്യം, ഒരനർത്ഥവും നിനക്ക് ഭാവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. അകലം വിട്ട് കാണാം നിൽക്കുന്നത്, അകലം വിട്ടൊക്കെ സംഭവിക്കുന്നത് കാണാം. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അത് അടുത്തു വരത്തില്ല. എന്താ പ്രത്യേകത? അവൻ തന്റെ ദൂതന്മാരോട് എന്ത് ചെയ്തിരിക്കുക? പറഞ്ഞിരിക്കുകയാണോ?
കൽപ്പിച്ചിരിക്കുക, ഓർഡർ കൊടുത്തിരിക്കുക. ഒരാളോടാണോ? അല്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാർ നിനക്ക് കാണാം. ആ കാണുന്നതിന്റെയും നിന്റെയും ഇടയ്ക്ക് ആ ദൂതന്മാരുടെ നിരയുണ്ട്. ആമേൻ പറഞ്ഞാട്ടെ. അതിൽ ഒരു ശക്തിയും നിന്നെ തകർത്ത് കളയത്തില്ല. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നതിന് അല്പനേരം ഒന്ന് സ്തോത്രം ചെയ്ത് ഭയങ്ങൾ മാറിപ്പോകട്ടെ. ഇന്ന് രാത്രി ഇതിനകത്തുനിന്ന് ഭയം മാറിപ്പോകട്ടെ. ഇന്ന് രാത്രി ഇതിനകത്തുനിന്ന് ഭയം മാറിപ്പോകട്ടെ. കർത്താവിന്റെ കരം ഇതിനകത്ത് ചലിക്കുന്നതിന് നന്ദി. അപ്പൊ യേശു 40 ഇരുന്നപ്പോൾ ആരുണ്ടായിരുന്നു കൂടെ? ഈ സ്നാനം കഴിഞ്ഞ ഉടനെ തന്നെ മുകളിൽ ഒരു ശബ്ദമുണ്ട്, ഇവൻ എന്റെ പ്രിയ പുത്രൻ. മുകളിൽ ഒരു ശബ്ദം, ഇവൻ എന്റെ പ്രിയ പുത്രൻ. ഈ യേശു മരുഭൂമിയിൽ ചെന്ന ഉടനെ പിശാച് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നീ പുത്രൻ എങ്കിൽ. അങ്ങനല്ലേ ചോദിച്ചേ? സ്നാനം കഴിഞ്ഞ ഉടനെ ദൈവം പറഞ്ഞു, ഇവൻ എന്റെ പ്രിയ പുത്രൻ. ഈ പുത്രൻ മരുഭൂമിയിൽ ചെന്ന ഉടനെ പിശാച് ചോദിച്ചു, നീ പുത്രൻ എങ്കിൽ. അപ്പൊ ദൈവം പറഞ്ഞ വാക്ക് ആര് കേട്ടു? ആര് കേട്ടു? അതെ, നമുക്ക് നമ്മൾ ആരാണെന്ന് അറിയത്തില്ല. പിശാചിന് നമ്മൾ ആരാണെന്ന് വ്യക്തമായിട്ട് അറിയാം. വ്യക്തമായിട്ട് അറിയാം. നാളെ പോലെ ഒരു മണിക്കൂർ പ്രാർത്ഥിക്കാനിരിക്കുന്ന ഒരു തീരുമാനം എടുത്ത് നോക്ക്. നടക്കുമോ? സൗണ്ട് ഇല്ലാതെ കിട്ടി. സൗണ്ട് ഇല്ലാതെ നടക്കുമോ? പിശാൻ അറിയാന്നേ, ഒരു മണിക്കൂർ പ്രാർത്ഥിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ചിലത് പിടിച്ചെടുക്കുമെന്ന് അറിയാം. അറിയാം. നമുക്ക് നമ്മൾ ആരാണെന്നുള്ള ബോധ്യമില്ല. പക്ഷെ പിശാന് നന്നായിട്ട് അറിയാം. നമ്മുടെ ചുറ്റുപാടുള്ളവർക്കൊക്കെ നമ്മളെ നന്നായിട്ട് അറിയാം. നമ്മളെ നന്നായിട്ട് അറിയാം. ആമേൻ പറ. ആമേൻ പറ. ഈ ഇസ്രായേൽ ജനം ആരാണെന്ന് ഫറവോന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് എന്ത് ചെയ്തേ? ഇഷ്ടിക ഉണ്ടാക്കിയിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? അത് വായിച്ചിട്ടുണ്ടോ? ഒരു സംഭവം പുറപ്പാട് പുസ്തകത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവര് വർദ്ധിച്ച് പെരുകും, പെരുകിയാൽ ഒരു യുദ്ധം ഉണ്ടാകും. ഉണ്ടായിക്കഴിഞ്ഞാൽ നാം എന്ന് വെച്ചാൽ ഫറവോൻ നമ്മൾ ഇവിടുന്ന് പോകേണ്ട വരും. അത് വരാതിരിക്കേണ്ടതിന് ഇവരുടെ ബുദ്ധിയായിട്ട് പെരുമാറാൻ. അങ്ങനല്ലേ? അപ്പൊ ഈ ബുദ്ധിക്കകത്ത് ഇങ്ങനെ കിടക്കാം. നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാണല്ലോ. ഈ ആരുടെ ദിവസം പറഞ്ഞ ആനയ്ക്ക് ആനയുടെ അനുഭവം അറിയത്തില്ലെന്ന്. ആനയെ നിർത്തിക്കുന്ന ഒരു കമ്പനകത്ത, ഈ ഇതുപോലത്തെ ഒരു കമ്പനകത്ത എന്ത് ചെയ്തേക്കുന്നേ? ആന നിർത്തിക്കുന്നത്. എന്നിട്ട് ആ ദിവസം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്, ഒരു കാലിലെ കമ്പ് ചാരി വെച്ചേക്കോ, ബാക്കി എല്ലാ കാലും ഉണ്ട് ആട്ടോ, ആ കാല് മാത്രം അനക്കത്തില്ല. ആ വടിയെ പിടിച്ച് സ്തോത്രം. ഇന്ന് രാത്രി ഒരു തിരിച്ചറിവ് പറഞ്ഞ അമ്മ, എന്റെ മേൽ ഒരു അസാധാരണ അഭിഷേകം, എന്റെ മേൽ വലിയൊരു വാഗ്ദത്തം. ആ വാഗ്ദത്തം ഉള്ളതുകൊണ്ടാണ് ദൈവം ഈ രാജ്യത്ത് അയച്ചത്. ആമേൻ പറയും. എന്റെ മേൽ വലിയൊരു വാഗ്ദത്തമുണ്ട്. ആമേൻ. സ്വർഗത്തിലെ ദൈവം അത് വെളിപ്പെടുത്തും എന്നുള്ള തിരിച്ചറിവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ തന്നെ ചിലത് അട്ടഞ്ഞു കടന്ന ചില ഡോറുകൾ തുറക്കാൻ പോകുകയാണ്. അട്ടഞ്ഞു കടന്ന ചില മേഖലകളുടെ മേൽ കർത്താവിന്റെ കരം ചലിക്കാൻ പോകുകയാണ്. അത്ഭുത സൗഖ്യങ്ങൾ ചില ശരീരത്തിന് മേൽ കർത്താവ് വെക്കാൻ പോവുകയാണ്. ബ്ലോക്കായി കിടക്കുന്നതിന്റെ മേൽ കർത്താവിന്റെ കരം ചലിക്കാൻ പോവുകയാണ്. അങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഇന്ന് ഈ രാത്രി എളുപ്പം നേരം ആ ശബ്ദം ഉയർത്തി, അന്യഭാഷ ലഭിച്ചിട്ടുള്ളവർ ശബ്ദം ഉയർത്തി അന്യഭാഷകളിൽ ആമേൻ. അപ്പം ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് വാസ്തവമായി ദൈവം ചിലത് ചെയ്യുന്നത് വാസ്തവമായിട്ട് അറിയാൻ പോവുകയാണ്. ആമേൻ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കരങ്ങളെ അടിച്ച് ശക്തിയോടെ കരത്താൻ. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കീടന്നാദാമെന്നെ അപ്പം കരം നീട്ടിപ്പിടിച്ചു. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്?
യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? തുയരേ തുയാവിയേ തുയാവിയേ പറ്റാത്ത ഉറവയിൽ തേനീരും മധുരമേ പറ്റാത്ത ഉറവയിൽ തേനീ എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാവത്തെ അപ്പൊങ്കര നീട്ടിപ്പിടിച്ചു എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാവത്തെ അപ്പൊങ്കര നീട്ടിപ്പിടിച്ചു ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത പാപിച്ചാരിടാം എല്ലാം പറയാം വിശ്വസ്തനവൻ വീരനാണവൻ പാപിച്ചാരിടാം എല്ലാം പറയാം വിശ്വസ്തനവൻ വീരനാണവൻ ഹോസാന ചേർത്ത് പാടാമോ? ഹോസന്ന Hosanna,
നമുക്ക് എല്ലാം തുറന്നു പറയാൻ കൊള്ളാത്തൊരു മാർവിടം കർത്താവിന്റെ മാർവിടം മാത്രമാണ്. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ എല്ലാം തുറന്നു പറയാം. മനുഷ്യരോട് എല്ലാം തുറന്നു പറയാൻ പറ്റുമോ? ഇല്ല. പറയാൻ പറ്റുമോ? ഇല്ല. സാഹചര്യം മാറുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. രഹസ്യത്തിൽ പറഞ്ഞൊരു കാര്യം, പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു കാര്യം മറ്റുള്ള വായിൽ നിന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന പെയിൻ അത്ര വലുതാണ്. നാം എന്ന കർത്താവിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ നാമും കർത്താവ് അല്ലാതെ അത് വേറൊരാൾ അറിയില്ല. ഇനി നമുക്ക് കയറി ചെല്ലാൻ പറ്റാത്ത ഇടത്ത് കർത്താവ് തന്നെ നമുക്കൊണ്ട് ഇറങ്ങും. ആമേ പറ. നമുക്ക് കയറി ചെല്ലാൻ പറ്റാത്തടത്ത് കർത്താവ് തന്റെ ദൂതനെ ഇറക്കും. അതിന് ആമേ പറ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം ഈ പത്രോസ് ഇങ്ങനെ പുറത്തു വന്നപ്പോൾ പത്രോസ് അറിയുന്നില്ല, ഒരു കൂട്ടം ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധയോടെ, ആ വാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധ കുറഞ്ഞത് കൊണ്ടാവാം ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. അതിന്റെ തൊട്ട് മുകളിൽ എഴുതിയിരിക്കുന്ന ഇവർക്ക് ക്രിസ്ത്യാനികൾ എന്നൊരു പേര് കിട്ടി. അപ്പം പേരൊക്കെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു പ്രാർത്ഥനയൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. സ്തോത്രം. പക്ഷെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ തോന്നി. ഒരനർത്ഥം കണ്ടു, ഇനി ഒരു അനർത്ഥം കാണാൻ ഇടയാകരുത്. ഒരനർത്ഥം കണ്ടു, യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. ആ അനർത്ഥം കണ്ടു, ഇനി അത് കാണാൻ ഇട വരരുത് എന്ന് വെച്ചിട്ട് ഒരു കൂട്ടർ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ രാത്രി നമ്മുടെ എവിടെ പ്രാർത്ഥന കുറഞ്ഞു പോയത് ഒന്നുകൂടെ ക്രമീകരിച്ചു, ഒന്നുകൂടെ പ്രാർത്ഥിക്കാൻ പോയി. കഴിഞ്ഞ സന്ധ്യാസം പറയുന്നത് പ്രാർത്ഥനയ്ക്കകത്ത് കർത്താവ് ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമേ പറഞ്ഞാട്ടെ അത് വർദ്ധിക്കാൻ പോവാ, അത് വർദ്ധിക്കണം. ആമേ. ശ്രദ്ധിച്ചോ, ഈ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തെ 3 ഗേറ്റ് അടച്ച് പട്ടണത്തിന്റെ ഇരുമ്പുവാതിൽ അടച്ചാണ് ഇട്ടേക്കുന്നത്. ഇത് 3 തുറന്നിട്ട് ഇവർ പ്രാർത്ഥിച്ച വീടിന്റെ മുമ്പിൽ തന്നെ വന്നു റിസൾട്ട് പറയാം. ഇവരിരുന്ന വീടിന്റെ മുമ്പിൽ തന്നെയല്ലേ പത്രോസ് വന്നത്. മുട്ടി പ്രാർത്ഥിച്ചതിന്റെ റിസൾട്ട് ചിലരെ നോക്കി മുട്ടി തുറക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി എത്ര പേർ സ്വീകരിക്കാൻ തയ്യാറാകും? അവന് സ്വന്തം നിങ്ങളുടെ നേരെ വന്നത് മുട്ടി തുറക്കാൻ പോവുകയാണ്. പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മേൽ ഇങ്ങോട്ട് ചിലത് തുറന്ന് കയറി വരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം അല്പനേരം അന്യഭാഷ നാളുകൾ പ്രാർത്ഥിച്ച, ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച, നാളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയത്തിന്റെ മേൽ ഇങ്ങോട്ട് മുട്ടിച്ചത് തുറക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ മാത്രം ശക്തിയോടെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ അത്ഭുതമുണ്ട് കേട്ടോ. ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ അത്ഭുതമുണ്ട്. ഒറ്റ സബ്ജക്റ്റേ ഉള്ളൂ പത്രോസ്, ഒറ്റ സബ്ജക്റ്റ് പത്രോസ്. ഈ പ്രാർത്ഥന എനിക്ക് തോന്നുന്നു ഒരു സഹോദരിമാരുടെ പ്രാർത്ഥനയാണ് എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് വായിക്കാം 12 തൊട്ടതായിട്ടൊന്ന് വായിച്ചു വരാം. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. ആരുടെ വീട്ടിലാ ചെന്നേ? മറിയയുടെ വീട്ടിൽ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പ്രാർത്ഥന ലീഡർ ആരാണ്? മറിയ. അടുത്ത അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ സബ്ജക്റ്റേ ഉള്ളൂ. യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നത് കണ്ടു, ഒരു അനർത്ഥം കണ്ടു. ഇനി അങ്ങനൊന്നും ഞങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ചിലതിന്റെ ഇടയിലൂടെ നമ്മൾ കയറി നിന്ന് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് പിടിച്ചെടുത്തോണ്ട് വരാൻ പറ്റും. ആമേൻ. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അടുത്ത വാക്യം. അവൻ പടിപ്പുരവാതിൽക്കൽ മുട്ടിയാറെ രോദ എന്ന ബാലിക്കാരത്തി വിരുകേൽപ്പാൻ അടുത്തു വന്നു. അപ്പം ഇത് ആരുടെ വീട്ടിലാണ് മീറ്റിംഗ് നടക്കുന്നത്? ആരുടെ വീട്ടിലാണ്? മറിയയുടെ വീട്ടിൽ. ഇപ്പൊ ഈ ഡോർ തുറക്കാൻ പോയത് ആരാണ്? സഹോദരിയാണ് അല്ലേ? അത് സഹോദരിയല്ലേ? അപ്പൊ ഡോർ തുറന്നപ്പോ പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. സന്തോഷത്താൽ പടിവാതിൽക്കൽ തുറക്കാതെ നമുക്ക് ലൈവില്ലല്ലോ ഈ ചിലത് കാണുമ്പോൾ ഇങ്ങനെ നമ്മുടെ കിളി പോകും, പിന്നെ എന്തോ ചെയ്യണമെന്നറിയാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയൊക്കെ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ ഇത്രയും നാൾ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ റിസൾട്ട് വെളിപ്പെട്ടപ്പോൾ ഞാനൊരു പാട്ട് എഴുതിയായിരുന്നു. സ്വപ്നമാണോ, സ്വപ്നം കാണുമ്പോൾ എന്ന് വെച്ചാൽ ഇത് സ്വപ്നമാണോ അതോ റിയൽ ആണോ എന്നറിയാതെ പത്രോസിന് വേണ്ടിയാ പ്രാർത്ഥിച്ചത്. പത്രോസിനെ കണ്ട ഉടനെ എന്ത് ചെയ്തു?
തുറക്കാതെ എന്ത് ചെയ്തു? അങ്ങനത്തെ ചില വിടുതൽ വെളിപ്പെടാൻ പോവാ. ഒന്നുകൂടെ പറയാം, നാളുകൾ പ്രാർത്ഥിച്ച് ഉപവസിച്ചിട്ട് നടക്കാതിരുന്ന വിഷയത്തെ നമ്മൾ മറന്നു, പക്ഷെ കർത്താവ് മറക്കത്തില്ല. പ്രതീക്ഷിക്കാത്ത സമയത്ത് അതിന്റെ റിസൾട്ട് വെളിപ്പെടുമ്പോഴത്തേനും അയ്യോ അത്ഭുതം, അതാ പറഞ്ഞോ മുട്ടി തുറന്നപ്പോഴത്തന്നെ തുറന്ന ആളിനെ കണ്ടപ്പോ എന്ത് ചെയ്തു? സോറി, തുറന്നില്ല, സൗണ്ട് കേട്ടപ്പോ തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്തു? അകത്തോട്ട് ഓടിയിട്ട് അടുത്ത വാക്യം. സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു. അവർ അവളോട് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ശക്തമേറിയ പ്രാർത്ഥനയാണ്, അങ്ങനെയുള്ള പ്രാർത്ഥന ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. പക്ഷെ ഇവിടെ രണ്ട് സഹോദരിമാരെ കണ്ടു. താഴ്ത്ത് വായിക്കുമ്പോൾ ഉണ്ട് സഹോദരന്മാരെ അറിയിക്കാൻ വേണ്ടി ഇവിടെ നാളെ വിട്ടുന്നൂടുണ്ട്. താഴത്തെ വാക്യത്തിൽ ഇല്ലേ? ഉണ്ട്, സഹോദരന്മാരെ അറിയിക്കാൻ വേണ്ടി നാളെ വിട്ടു. ഇപ്പൊ എന്തുകൊണ്ടും ഇത് 6 മീറ്റിംഗാ. സഹോദരിമാരെ നിങ്ങൾ വന്നില്ലെങ്കിൽ മീറ്റിംഗ് ഇല്ല, ഇല്ലേ പാസ്റ്ററെ? അല്ലേ? സഹോദരിമാരില്ലെങ്കിൽ മീറ്റിംഗ് ഇല്ല. ഞങ്ങൾ തെരച്ചിലിങ്ങനെ ചില സഹോദരിമാരെ എല്ലാ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കൊക്കെ വരും. അവര് വന്നില്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ്. കാരണം നമ്മൾ പാടി തുടങ്ങുമ്പോൾ അവർ സ്വോത്രം എല്ലാവരെയും പറഞ്ഞ് അവരാരാധന തുടങ്ങും. പിന്നെ അവരുടെ മുഖത്തോട് നോക്കിയിരുന്ന മതി, നമുക്ക് കിട്ടും ദൂത്. ചിലരുടെ മുഖത്തോട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ദൂതും പോയി, എല്ലാം പോയി. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ ഇവിടുന്ന് ഒരാളെ നോക്കിയിട്ട് നമ്മൾ പിന്നെ ഇവിടെ അറിയും മറ്റാളിരിക്കും, നമ്മൾ ഇങ്ങനെ അപ്പുറത്ത് പോകും. ഇവിടെ നോക്കത്തില്ല, അപ്പോൾ നമ്മുടെ ദൂതും ഇവിടുത്തെ കാര്യമല്ലേ. സ്തോത്രം. ആമേൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയൊരു കാര്യമുണ്ട്, എന്നറിയോ? അവിശ്വാസം ഉണ്ടെങ്കിലും പ്രാർത്ഥനയ്ക്ക് വന്നല്ലോ. റിസൾട്ട് വെളിപ്പെട്ട് മുറ്റത്ത് നിന്നപ്പോ തന്നെ ചെന്ന് പറഞ്ഞു പത്രോസ് വന്നത്, അപ്പൊ നിനക്ക് ഭ്രാന്തുണ്ടെന്ന്. അപ്പൊ ഈ അവിശ്വാസം ഉള്ളവർ പ്രാർത്ഥനയ്ക്ക് വന്നല്ലോ. പത്രോസ് യാക്കോബ് തീർന്നവരെ തീരത്തുള്ളന്നേ, വരാൻ സാധ്യതയില്ലെന്നേ, പ്രാർത്ഥിച്ചേക്കാം. വിശ്വാസം ഇല്ലെങ്കിലും അത് പ്രാർത്ഥനയ്ക്ക് വന്നല്ലോ അല്ലേ? സ്തോത്രം. വില കൊടുത്തവര് കാണാൻ പോവാണ് വിടുതൽ. ആമേൻ പറ. അവിശ്വസിച്ചവരും കാണാൻ പോവുകയാണ് വിടുതൽ. പ്രാർത്ഥിച്ചതിന്റെ റിസൾട്ട് അങ്ങനെ വെളിപ്പെടുന്നത്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ പറ. ഇനി ഈ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പത്രോസ് ഇവിടെ നന്നായിട്ട് കിടന്ന് എന്ത് ചെയ്യുന്നതാണ് എഴുതിയിരിക്കുന്നത്? എന്ത് ചെയ്തു? ഉറങ്ങി. ഈ ഒത്തിരി തിരക്കോട് ഓടുമ്പോഴത്തേന് ഈ എങ്ങനെ ഉറക്കണമെന്ന് കർത്താവിനറിയാം. നല്ല തിരക്കോട് ഓടുമ്പോൾ എങ്ങനെ ഉറക്കണമെന്ന് കർത്താവിനറിയാം. പിന്നെ ഒരു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വിശ്വാസത്തിന്റെ കാര്യം ഇരിക്കും ഒരു അഭിഷേകത്തിന്റെ ഉറക്കം. അല്ലേ? വിശ്വാസത്തിന്റെ കാര്യം ഇരിക്കുകയാണ്. ശ്രദ്ധയോടെ ഒരു കൂട്ടം പ്രാർത്ഥിക്കുമ്പോൾ പത്രോസ് അകത്ത് കിടന്ന് ഇച്ചൂടെ കയറ്റി വെച്ചു, സ്വസ്ഥമായിട്ട്. അപ്പൊ ഉറക്കം കെടുത്താം, ഉറക്കം കൊടുക്കാം. ഇവിടെ ഉറക്കം കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. അല്ല, പ്രാർത്ഥനയ്ക്കകത്ത് സ്വസ്ഥതയുണ്ട് കേട്ടോ, സ്വസ്ഥതയുണ്ട്. അമ്മേ, ഈ ഏറ്റവും പ്രതിസന്ധിയുടെ നടുവിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? ഉറങ്ങാൻ പറ്റും, നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. അതെന്താ ഉറങ്ങാൻ പ്രത്യേകത? ഞാൻ എൻ്റെ കർത്താവുണ്ട് അങ്ങനൊരു ബന്ധമുണ്ട്. അങ്ങനൊരു ബന്ധം ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയുടെ നടുവിൽ കിടന്നും ഉറങ്ങാം. എന്താ പത്രോസ് നീ കിടന്ന് ഉറങ്ങാനുള്ള കാരണം? എന്നെ അങ്ങനെ പഠിപ്പിച്ച്, എന്നെ മാത്രം അങ്ങനെ ട്രെയിനിങ് തന്നതാണ് അല്ലേ? സ്തോത്രം. ഒരിക്കലും യേശു വിളിച്ചപ്പം ശിഷ്യന്മാരെ പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് എവിടെ പോകാന്നാ പറഞ്ഞു? ഒരുമിച്ച് അക്കരയ്ക്ക് പോവാം. സ്തോത്രം. അപ്പൊ വിളിച്ചിറക്കിയപ്പോഴേ കർത്താവ് പറഞ്ഞാൽ അക്കരെ എത്തിക്കാന്ന് പറഞ്ഞില്ലേ? അത് വിളിച്ചിറക്കിയപ്പോഴേ പറഞ്ഞു, ഒരുമിച്ച് പോയി മുങ്ങിച്ചാവാന്ന് പറഞ്ഞോ? വിളിച്ചിറക്കിയപ്പോഴേ റിസൾട്ട് തന്നു, അങ്ങ് എത്തിക്കുമെന്ന് പറഞ്ഞാൽ. അങ്ങനെ അവള് കർത്താവ് വിളിച്ചിറക്കിയേക്കുന്നേ. വിളിച്ചിറക്കിയപ്പോഴേ പറഞ്ഞു, നിന്നെ ഞാൻ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുമെന്ന്. അപ്പൊ അതുകൊണ്ട് ഈ യാത്രയിൽ കാറ്റും കോളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അവിടെ കൊണ്ട് തീരത്തില്ല. അതിനകത്തൊരു കർത്താവിന്റെ കരം ചലിക്കും.
സ്തോത്രം. ഇത്രയും കാറ്റും കോളും ഭയങ്കര പ്രതിസന്ധിയുടെ നടുവില്ല കർത്താവ് എന്ത് ചെയ്ത് ഉറങ്ങിയത്. പടകി കിടന്ന് നന്നായിട്ട് ഉറങ്ങി. അതെന്താ പ്രത്യേകത? അത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർത്താവിന്റെ പ്രത്യേകത, സമയം കിട്ടുന്ന സമയമെല്ലാം കർത്താവ് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാൻ ഒന്ന് തൂക്കം കൊടുക്കും. നിങ്ങൾക്കറിയാം, ശീമോൻ പത്രോസിന്റെ അമ്മായിമ്മയ്ക്ക് ദീനം പിടിച്ച വായിച്ചിട്ടില്ലേ? ദീനം പിടിച്ച് കിടന്നു. മത്തായി പറഞ്ഞു ദീനം എന്ന് പറഞ്ഞു, മർക്കോസ് പറഞ്ഞു പനി എന്ന് പറഞ്ഞു, ലൂക്കോസ് പറഞ്ഞു ഇത് മത്തായി പനിയല്ല, മർക്കോസ് ദീനമല്ല, ഇത് കഠിന ജ്വരം. എന്താണെന്ന് പറഞ്ഞേ? ആരാ പറഞ്ഞു? ലൂക്കോസ് പറഞ്ഞു ഇത് കഠിന ജ്വരം. എന്താ പ്രത്യേകത? ലൂക്കോസ് ആരാ? വൈദ്യം കണ്ടുപിടിച്ചിട്ട് പുള്ളി അത് കണ്ടുപിടിച്ചു. ഇതെന്താണ്? കഠിന ജ്വരം. അപ്പൊ ഒരാൾ പിടിച്ചെന്ന് പറഞ്ഞു, ഒരാൾ തൊട്ടെന്ന് പറഞ്ഞു, ഒരാൾ നോക്കിയെന്ന് പറഞ്ഞു. ലൂക്കോസ് പറഞ്ഞു എന്ത് ചെയ്തു? നോക്കിയെന്ന്. കർത്താവ് തൊട്ടാലും കർത്താവ് പിടിച്ചാലും കർത്താവ് നോക്കിയാലും അത്ഭുതമാണ്. ആമേൻ സ്തോത്രം. ഇനി ഇച്ചിരി വിശ്വാസം പറഞ്ഞാൽ കർത്താവിനെ കയറി തൊട്ടാലും ആമേൻ പറഞ്ഞാട്ടെ. അപ്പൊ ഈ ശീമോൻ പത്രോസിന്റെ വീട്ടിൽ ചെന്ന് അങ്ങോട്ട് ഇരുന്ന ഉടനെ അവർ അവളെ കുറിച്ച് അവനോട് പറഞ്ഞെന്ന വചനം പറയുന്നത്. അവർ അവളെ കുറിച്ച് അവനോട് പറഞ്ഞു. എന്തായിരിക്കും പറഞ്ഞത്? അവിടെ അങ്ങനെ എഴുതിയിട്ടില്ല. എന്റെ ഇത് പറയാം, നമ്മളിപ്പോ വന്നപ്പോ ഈ വീട്ടിലോട്ട് വന്നപ്പോഴത്തേനും നല്ലൊരു ചായയോ കാപ്പിയൊക്കെ കിട്ടേണ്ടതായിരുന്നു. പക്ഷെ ആളിപ്പോ എന്ത് പനി പിടിച്ച് അകത്ത് കിടക്കുക. എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സൗഖ്യം കിട്ടിയ ഉടനെ ഈ ആൾ അകത്ത് പോയിട്ട് വന്നവരെല്ലാം ശുശ്രൂഷിച്ചു എന്ന് താഴെ വാക്യം കിടപ്പുണ്ട്. ഇല്ലേ? കിടപ്പില്ലേ? ഇല്ലേ? ഉണ്ടല്ലോ. വന്നവരെല്ലാം ശുശ്രൂഷിച്ചു. ആ പ്രായമായ സമയത്തും ആൾ ഇത് നന്നായിട്ട് ചെയ്യുന്ന ആളാ. അപ്പൊ ആകുന്ന കാലത്ത് എന്തോ നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. പറഞ്ഞാൽ പോലെ അവ ആകുന്ന കാലത്ത് എന്തോ നല്ല കാര്യം ചെയ്തപ്പോൾ കിടക്കുന്ന കാലത്ത് നിന്നെ പറ്റി പറയാൻ ദൈവം ജനനെ എഴുന്നേൽപ്പിക്കും. എന്റെ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എന്റെ വിനവുകളും മാറും ഒരു വാക്കു നീ. എന്റെ ജീവിതം മാറുമാണ്. എന്റെ ജീവിതം മാറും എന്റെ വിനവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ ദീനം മാറും, പ്രതീക്ഷിച്ചില്ല വീട്ടിൽ വരുമെന്ന്, പ്രതീക്ഷിച്ചില്ല കിടന്ന് റൂമിനകത്ത് വരുമെന്ന്, പ്രതീക്ഷിച്ചില്ല എന്റെ കൈ കയറി പിടിക്കുമെന്ന്, പ്രതീക്ഷിച്ചിട്ടില്ലാത്ത വിടുതൽ, പ്രതീക്ഷിച്ചിട്ടില്ലാത്ത. നാം മറന്നു, കർത്താവ് മറക്കത്തില്ല. കർത്താവ് ഇന്ന് വേറെ മിനിസ്ട്രി എന്തെങ്കിലും തിരക്കുണ്ടോ? ഇല്ല, എനിക്ക് ഒരാളെ വീട്ടിലോട്ടൊന്ന് പോകണം. എന്താ പ്രത്യേകത? ആകുന്ന കാലത്ത് നല്ല കാര്യങ്ങൾ ചിലത് ചെയ്തിട്ടുണ്ട്. ആമേൻ പറ, ആമേൻ പറ, ആമേൻ പറ, ആമേൻ പറ, ആമേൻ പറ, ആമേൻ പറ, ആമേൻ പറ. നോക്കിക്കൊണ്ടേ ഈ ഒരു സൗഖ്യം നടന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഈ സന്ധ്യയായി, ഏകദേശം ഒരു സന്ധ്യ സമയമായി. ആ സമയമായപ്പോഴത്തേന് ഈ വിവരം അറിഞ്ഞ് ആ ദേശത്തുള്ള എല്ലാവരും, ആ പട്ടണം ഇളകി ആ വീടിന്റെ മുമ്പിൽ വന്നെന്നാ. അപ്പം ഏറ്റവും അധികം സന്തോഷിക്കുന്ന ആരാണ്? ഈ അമ്മായിമ്മ. എന്താ പ്രത്യേകത? എനിക്ക് തന്ന ദീനത്തിനായിട്ട് സ്തോത്രം. ആ ദീനം കൊണ്ട് ദൈവം ഒരു കർത്താവ് ഒരു വലിയ ഉണർവുണ്ടാക്കിയിരുന്നു. അപ്പൊ നാം ചിന്തിക്കുന്ന പോലെയല്ല കർത്താവ് നമ്മളെ പറ്റി ചിന്തിക്കുന്നത്, പ്ലാൻ ചെയ്യുന്നത്. സ്തോത്രം പറഞ്ഞാട്ടെ. ദീനത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്തതിനായിട്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒന്നും കിട്ടാത്തതിനായിട്ട് സ്തോത്രം, 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 സ്തോത്രം പറഞ്ഞാട്ടെ. അവൻ കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്തതിനായിട്ട് സ്തോത്രം, സ്തോത്രം. എന്താ? മനുഷ്യനെ പിടിക്കാനുള്ള പൊസിഷനും അഭിഷേകം കർത്താവ് തന്നല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്താട്ടെ, അതിനായിട്ട് സ്തോത്രം ചെയ്താട്ടെ. അവൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, പക്ഷെ കർത്താവിന്റെ വാക്കിനാൽ പിടിച്ച് അകത്തിട്ടിട്ട് അവന് മാത്രമല്ല മറ്റുള്ളവർക്ക് കൊടുക്കാൻ കിട്ടി. ആമേൻ. അത് മാത്രമല്ല, അവന്റെ ബുദ്ധി കൊണ്ട് നെയ്ത വല കീറി പോകുന്ന രീതി കർത്താവ് കൊടുത്തു. ആമേൻ. ഇത്രയും കിട്ടിയിട്ട് അവൻ ഇട്ടിട്ട് കർത്താവിന്റെ പുറകെ പോയി. ഇതിനു വേണ്ടിയല്ലേ രാത്രി മുഴുവൻ അധ്വാനിച്ചേ? ഇതിനുവേണ്ടിയല്ലേ രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടെ? ഇതിനുവേണ്ടിയല്ലേ എത്ര ഓടിയത്? പക്ഷെ നീ ഇതുവരെ കാണാത്തവരെ കാണിച്ചിട്ട് നീ എന്താ ഇട്ടിട്ട് പോയെന്ന്. സ്തോത്രം, സ്തോത്രം. നിറവന്റെ പുറകെ പോയാൽ വീണ്ടും ഒരു ശൂന്യത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ നിറച്ചവന്റെ പുറകെ പോയാലോ? നിറച്ചവന്റെ പുറകെ പോയാലോ? അവന്റെ സ്തോത്രം. നിറച്ചവന്റെ പുറകെ പോയി കഴിഞ്ഞാൽ എല്ലാം അങ്ങ് പരിഹരിച്ചോളൂന്ന്. ഒന്നും അറിയണ്ടെന്നേ. മത്സ്യത്തിന്റെ വായ്ക്കകത്ത് വച്ച് ലോൺ അടയ്ക്കാൻ
കാര്യങ്ങൾ വേണ്ടി. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. എന്റെ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എന്റെ ദിനമുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എന്റെ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എന്റെ ദിനമുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ ദിനം മാറും, ഓ നീ പറഞ്ഞാൽ ദിനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതുള്ളൂ. ഒരു വാക്കു മതി എനിക്കതു മതിയേ, ഒരു വാക്കു മതി എനിക്കതു മതിയേ, ഒരു വാക്കു മതി എനിക്കതു മതിയേ, ഒരു വാക്കു മതി എനിക്കതു മതിയേ. എനിക്ക് പുകഴാനാരും നീ ഭൂമിയിലില്ലേ, യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എനിക്ക് പുകഴാനാരും നീ ഭൂമിയിലില്ലേ, യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എന്റെ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എന്റെ ദിനമുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എന്റെ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എന്റെ ദിനമുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ നീ പറഞ്ഞാൽ നീ പറഞ്ഞാൽ ശാപം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കു മതി എനിക്കതു മതിയേ, ഒരു വാക്കു മതി എനിക്കതു മതിയേ, ഒരു വാക്കു മതി ക്ഷമ. എനിക്കതു മതിയേ. എന്റെ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എന്റെ ദിനമുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എന്റെ ജീവിതം ശരണമേ, ഓ എന്റെ ദിനമുകളും മാറും. ഇന്ന് രാത്രി അത് സംഭവിക്കണം. എന്റെ ജീവിതം മാറും, എന്റെ ജീവിതം മാറും, എന്റെ ദിനമുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ ദിനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും, നീ പറഞ്ഞാൽ ദിനം മാറും, നീ പറഞ്ഞാൽ. ഓ യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കു മതി, ഒരു വാക്കു മതി, ഒരു വാക്കു മതി. ആമേൻ. എനിക്കതു മതിയേ, ഒരു വാക്കു മതി എനിക്കതു മതിയേ. ഹല്ലേലൂയ. ആമേൻ. എന്റെ ജീവിതം മാറും, എന്റെ നിരാശകൾ മാറും, എന്റെ പിഴവുകൾ മാറും. ആമേൻ. അപ്പം നാം ചിന്തിക്കുന്ന പോലെയല്ല കർത്താവ് ചിലത് പ്ലാൻ ചെയ്യുന്നത്. ചെറിയ ദീനം മാറി, പക്ഷെ പട്ടണം മൊത്തം ഇളകി എവിടെ വന്നു? ആ വീടിന്റെ മുമ്പിൽ സകലവിധ ദീനക്കാരും ഉണ്ടായിരുന്ന അല്ലേ? ആ വന്നവരെ എല്ലാം കർത്താവ് സൗഖ്യമാക്കി, വന്നവരെല്ലാം കർത്താവ്
സൗഖ്യമാക്കി. ഭയങ്കര ഉണർവുള്ള ആൾക്കാർ വീട്ടിന് മുമ്പിൽ ഭയങ്കര ക്രൂസ് ചെയ്ത്, എന്നിട്ട് രാത്രി സന്ധ്യ ആയപ്പോഴാണ് കർത്താവ് ഇത് ചെയ്തത്. പക്ഷെ തൊട്ട് താഴത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അധികാലത്തെ ഇരുട്ടോടെ യേശു എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാൻ പോയി. എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാൻ പോയി. സന്ധ്യ ആയപ്പോഴാണ് ഇത് ചെയ്തു തുടങ്ങിയത്. അന്നേരം എല്ലാം സൗഖ്യമാക്കി. പക്ഷെ അധികാലത്തെ ഇരുട്ടോടെ പ്രാർത്ഥിക്കാൻ പോയി. ഈ രാത്രി മുഴുവനും അത്രയും പേരെ സൗഖ്യമാക്കി. നമ്മളൊരു രാത്രി മുഴുവൻ നിന്നിട്ട് സൗഖ്യമാകത്തുമില്ല. പക്ഷെ നമുക്ക് ഭയങ്കര ക്ഷീണമായി. പക്ഷെ കർത്താവ് അന്ന് രാത്രി മുഴുവനും മിനിസ്റ്റർ ചെയ്തിട്ട് വെളുപ്പിനെ എന്ത് ചെയ്തു? ഇരുട്ട് മാറുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കാൻ പോയി. നമുക്ക് ഇത്രയും തിരക്കേറി മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കർത്താവ് നീ എന്നെ അറിയുന്നു, ഞാനിതാ മറിയുന്നു. കർത്താവ് നീ എന്നെ അറിയുന്നു, ഞാനിതാ മറിയുന്നു. മറിയുന്നതിന് മുമ്പേ നമ്മൾ കൊടുക്കാൻ മരിച്ചിരിക്കും. അങ്ങനത്തെ ക്ഷീണം. പക്ഷെ കർത്താവിന്റെ പ്രത്യേകത, എത്ര തിരക്കേറിയ ശുശ്രൂഷ ചെയ്താലും പ്രാർത്ഥന മുടക്കത്തില്ല. എത്ര തിരക്കാണെങ്കിലും പ്രാർത്ഥന മുടക്കത്തില്ല. ഞാൻ ചോദിക്കട്ടെ, തിരക്കില്ലാതിരുന്ന സമയത്ത് എന്തോ പ്രാർത്ഥനയായിരുന്നു? വഴി തുറക്കാതിരുന്നപ്പോൾ എന്തോ പ്രാർത്ഥനയായിരുന്നു? തുറക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന തുറന്നു കഴിഞ്ഞുണ്ടോ എന്നുള്ളതെന്ന് ചിന്തിച്ചാൽ മതി. തിരക്ക് കൂടുമ്പോൾ ഉറപ്പ് മുമ്പത്തേതിനേക്കാൾ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. എന്നോട് പറയാം, തിരക്ക് കൂടുമ്പോൾ മുമ്പത്തേതിനേക്കാൾ പ്രാർത്ഥന ജീവിതം കൂടണം എന്നുള്ളതാണ് കർത്താവ് കാണിച്ചത്. ആമേൻ പറ, ആമേൻ പറ, ആമേൻ, ആമേൻ. ഇനി യേശു പടകിൽ കിടന്ന് ഉറങ്ങുകയാണെങ്കിലും ഉറങ്ങുന്ന ഈ കർത്താവ് അറിയാം, അക്കരെ ചെല്ലുമ്പോൾ 6000 ഭൂതം ബാധിച്ച ഒരു മനുഷ്യന്റെ സൗഖ്യമാണ്. ആമേൻ പറ. ഇത് അക്കരെ ചെല്ലാതിരിക്കാനുള്ള പ്രശ്നങ്ങളാണെന്നേ എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ദേഹത്ത് എത്ര ഭൂതമോ? എത്ര ഭൂതമോ? 6000 ഭൂതം ഒരു മനുഷ്യന്റെ ദേഹത്ത്. എന്ത് യൂണിറ്റി അല്ലയോ? എന്തോ ഐക്യത ഒരു മനുഷ്യന്റെ ദേഹത്ത്. സ്തോത്രം. ഈ ആഴ്ചയിടയ്ക്ക് കണ്ടിങ്ങനെ ഒരു ദിവസം പറഞ്ഞ ഞാൻ കേട്ടത്. ഈ പക്ഷെ എനിക്കറിയാം, പുള്ളി മിനിസ്ട്രി നിൽക്കോ കൂടെ നിൽക്കും, എനിക്കറിയാം എൻ്റെ ദേഹത്തൊരു ഭൂതം ഉണ്ടെന്ന്. എങ്ങനെ? എനിക്കറിയാം എൻ്റെ ദേഹത്തൊരു ഭൂതം ഉണ്ടെന്ന് എനിക്ക് അറിയാം. എന്റെ പാസ്റ്റർ ഞാൻ നീ വെച്ചോണ്ട് നടക്കുന്നത്, ഞാനെ അങ്ങ് പുറത്താക്കിക്കളാം, പ്രാർത്ഥിച്ച് പുറത്താക്കിക്കളാം. ഇല്ല പാസ്റ്റർ, ഞാൻ എന്നെ പറഞ്ഞു കേട്ടു, ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്നത് തിരിച്ചെത്തന്നെ കൊണ്ട് വരുന്ന 2 എണ്ണം കൊണ്ട് എക്സ്ട്രാ കൊണ്ടുവരുന്നു. അപ്പം അത് വേണ്ടല്ലോ, അത് അവിടെ ഇരിക്കട്ടെ, ഒരെണ്ണമല്ലേ ഉള്ളൂ, അത് അവിടെ ഇരുന്നോട്ടെ. എന്ത് യൂണിറ്റിയാ 6000 പോകും. സ്തോത്രം. കർത്താവ് ഉറങ്ങാണെങ്കിലും കർത്താവിന് അറിയാം അക്കരെ ചെല്ലുമ്പോൾ ഇവന്റെ വിടുതലാണ്. അവൻ സ്തോത്രം. എന്താ വിടുതലിന്റെ പ്രത്യേകത? ആ മനുഷ്യ മുഖാന്തരം ആ ദേശത്ത് ഭയങ്കര ഉണർവുണ്ടാകാൻ പോവാം. അപ്പൊ നാം കാണുന്ന പോലല്ല കർത്താവ് ചിലത് കാണുന്നത് കേട്ടോ. ആമേൻ പറ, ആമേൻ പറ, ആമേൻ പറ, ആമേൻ പറ, ആമേൻ പറ. സ്തോത്രം. ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് കടലിനകത്ത് പ്രശ്നം, കടലിൽ കാറ്റടിച്ചു, കടലിൽ തീർക്കാൻ നോക്കി. ഇനി നോക്കിക്കോട്ടെ, ഈ 6000 ഭൂതം എങ്ങോട്ടെ? കർത്താവ് എങ്ങോട്ടാ പറഞ്ഞു വിട്ടെ? 6000 ഭൂതത്തെ പന്നിക്കകത്ത് കയറ്റി അല്ലേ? പന്നി എവിടാ തീർന്നേ? എവിടാ തീർന്നേ? അങ്ങോട്ട് പോയപ്പോ നിന്നെ കടലിൽ തീർക്കാൻ നോക്കി, അവിടെ നീ തീർന്നോ? ഇല്ല. നിന്നെ തീർക്കാൻ നോക്കിയെടുത്ത് ഇപ്പൊ ആര് തീർന്നു? മനസ്സിലാവുന്നുണ്ട്. തീർത്ത് കളയാൻ പിശാച് ഒത്തിരി പദ്ധതി ഇട്ടത്, അവിടെ ഒന്നും നമ്മൾ തീർന്നില്ല. പിന്നെയോ കർത്താവിന്റെ കരം അതിന്റെ അകത്ത് ചലിച്ചു. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിലും ആയുസ്സോടെ ആരോഗ്യത്തിലിരിക്കുന്ന കരങ്ങളെ തട്ടി ശക്തിയോടെ കർത്താവിനെ വലുതാൻ കൊടുക്കാം. നമ്മുടെ കരങ്ങളെ അടിച്ചു, നമ്മുടെ കരങ്ങളെ അടിച്ച് ശക്തിയോടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അപ്പം ആ ഒരു അനുഭവം ഉള്ളത് കൊണ്ടാണ് ഇവിടെ പത്രോസ് കിടന്ന് എന്ത് ചെയ്ത്, കാരാഗ്രഹത്തിൽ എന്ത് ചെയ്ത്, അകത്ത് എന്ത് ചെയ്ത്, തടവിൽ എന്ത് ചെയ്ത് കിടന്ന് ഉറങ്ങി. എന്നെ ശ്രദ്ധിക്കാമോ? ആ തടവ് കൂടെ നിൽക്കട്ടെ. പത്രോസിനെ തടവിലിട്ടപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? നന്നായി ഉറങ്ങി. സ്തോത്രം. ഉറങ്ങിയ പത്രോസ് അറിയുന്നില്ല അവന്റെ പേര് പറഞ്ഞ് ചിലർ പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ സ്തോത്രം, അവന്റെ പേര് പറഞ്ഞ് ചിലർ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് നോക്കിക്കോണേ. സ്വർഗത്തിലെ ദൈവം അവനെ സ്തോത്രം, അവനെ കൊല്ലാൻ തീരുമാനിച്ചതിന്റെ തലേ രാത്രി പെട്ടെന്ന് ഒരു വാക്കുണ്ട്. എങ്ങനെ? പെട്ടെന്ന്. എങ്ങനെ?
പെട്ടെന്ന് എന്ന് വെച്ചാൽ മണിക്കൂറുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ യാക്കോബിനെ കൊന്നതുപോലെ കൊല്ലും. പക്ഷെ പെട്ടെന്ന് പ്രാർത്ഥനയുടെ പവർ കണ്ടോ. ഒരു കൂട്ടം ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിൽ ദൈവം തന്റെ ദൂതനെ ഇറക്കി. അവന്റെ സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പ്രവചിച്ചു പറയാം, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ കർത്താവ് പെട്ടെന്ന് ദൂതന്മാരെ നിനക്ക് കയറി ചൊല്ലാൻ പറ്റാത്ത ഇടത്ത്, നമുക്ക് കയറി ചൊല്ലാൻ പറ്റാത്ത ഇടത്ത് തന്റെ ദൂതന്മാരെ ഇറക്കി. വിശ്വസിക്കുന്നവർ മാത്രം അല്പനേരം ആ കരങ്ങളെ ഒന്ന് തട്ടി, ശക്തിയുടെ കരങ്ങളെ ഒന്ന് അടിച്ച്, നമുക്ക് കയറി ചൊല്ലാൻ പറ്റാത്ത ഇടത്ത് തന്റെ ദൂതന്മാരെ ഇറക്കി. പ്രാർത്ഥനയുടെ മറുപടി, പ്രാർത്ഥനയുടെ റിസൾട്ട്. കരങ്ങളെ അടിച്ചു ശക്തിയോടെ. പ്രാർത്ഥനയുടെ ഭാവന അത്രയ്ക്കും ഭയങ്കര. ഈ ശിഷ്യന്മാർക്കെതിരെ അധികാരപത്രം വാങ്ങിച്ചുകൊണ്ട് വന്ന ഒരാളുണ്ട്. പേരെന്താണ്? ശൗല് അല്ലേ? ശൗല് ദമസ്കോസിന്റെ പടിവാതിക്കലോട് കാൽ വെച്ചുണ്ടെ കർത്താവ് കയറി കൊടുത്തു. നീ ആരാകുന്നു കർത്താവ് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യം, നീ ഉപദ്രവിക്കുന്ന അല്ലേ യേശു ആകുന്നു ഞാൻ. അപ്പം ശിഷ്യന്മാർക്കെതിരെയുള്ള ഉപദ്രവം മൊത്തം ഏറ്റത് ആർക്കാണ്? കർത്താവിനാണ്. അപ്പൊ അഭിഷേകമുള്ള ഒരുത്തിനെതിരെ ആരെങ്കിലും തിരിഞ്ഞു നിന്നാൽ സ്തോത്രം കർത്താവിനാണ് അത് കൊള്ളുന്നെന്ന് ഓർത്തോണം. ആമേൻ. സ്തോത്രം. ആമേൻ. അപ്പൊ ഇതൊക്കെ കണ്ണ് കാണാതെ അവിടെ കിടന്നു. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ കാര്യം ചെയ്യും, യൂതനെ വീട്ടിൽ പോയിരിക്കുക, നീ ചെയ്യാനുള്ള കാര്യം ഞാൻ അവിടെ വെച്ച് നിന്നോട് പറയാം. അപ്പൊ ഇതൊക്കെ കണ്ണ് കാണാതെ ആ വീട്ടിൽ പോയിരുന്നിട്ട് അവിടെ എന്തിരുന്നറിയാം? അവിടെ എന്തൊക്കെയായിരുന്നറിയോ? കണ്ണാവാതെ എന്തൊക്കെയായിരുന്നു? യൂതന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. ഇതുവരെ എതിരെ നിന്നവൻ ഇപ്പോൾ എന്ത് ചെയ്തിട്ടിരിക്കുക? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇരിക്കുമ്പോഴായി അനന്യാസ് എന്ന് പറഞ്ഞ ഒരുത്തിനെ ഒരു ശിഷ്യന്റെ അടുത്ത് കർത്താവ് എന്നിട്ട് പറഞ്ഞു, എഴുന്നേക്കാൻ പറഞ്ഞു, എഴുന്നേക്കാൻ. നിന്നെ പറ്റി ഒരാൾ ഇപ്പോൾ ദർശനം കണ്ടിട്ടിരിക്കുക, അങ്ങനല്ലേ? യൂതനെ വീട്ടിൽ ശൗൽ എന്ന് പറഞ്ഞ ഒരുത്തിനെ ഇരിപ്പുണ്ട്. അവൻ പ്രാർത്ഥിക്കുന്നു, നീ ചെന്ന് കൈവെക്കുമ്പോൾ അവന് സൗഖ്യം കിട്ടുമെന്ന് അവൻ കണ്ടു. അങ്ങനല്ലേ? നീ ചെന്ന് കൈ വെക്കുമ്പോ അവൻ സൗഖ്യം കിട്ടുമെന്ന് അവൻ കണ്ടെന്ന്. ആരാ? എതിരെ നിന്നവൻ. ഈ നമ്മളെക്കാൾ നമുക്ക് എതിരെ വരുന്നവർ കയറാൻ പോകും. അധികാരപത്രം വാങ്ങിച്ചിട്ട് വന്നവൻ പ്രാർത്ഥിച്ച് ഒരു വെളിപ്പാടുകൾ കണ്ടില്ല. അപ്പൊ ഈ കക്ഷി പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ നിനക്ക് അറിയത്തില്ല അവന്റെ കയ്യിൽ അധികാരപത്രം ഉണ്ട്. ആരോടാ പറയുന്നത്? കർത്താവിനോട്. നമ്മൾ ശിഷ്യത്വം കൂടിയൊന്നും പ്രശ്നമാണ്. നമ്മൾ ആരെ പഠിപ്പിക്കും? നമ്മള്? കർത്താവേ നിനക്ക് അറിയത്തില്ല എനിക്ക് 2 പെൺപിള്ളേരാ, കർത്താവേ നിനക്ക് അറിയാലോ. ഇങ്ങനെയൊക്കെ ആരോടാ പറയുന്നേ? കർത്താവ് ഇത് അറിഞ്ഞോണ്ടില്ലേ തന്നെ? കർത്താവിന് അറിയത്തില്ലേ? ഇനി അവന്റെ കയ്യിൽ അധികാരപത്രം ഉണ്ട്, അവൻ അവിടെ ഉപദ്രവിച്ചു ഇവിടെ ഉപദ്രവിച്ചു എന്ന് പലരും പറഞ്ഞ് ഞാൻ അങ്ങനെ എഴുതിക്കുന്നത്. പലരും പറഞ്ഞ് ഞാൻ അറിഞ്ഞ് ഞാൻ അങ്ങോട്ട് അവനാക്കി. അതുകൊണ്ട് കർത്താവ് നീ എഴുന്നേക്കാൻ പറഞ്ഞു. നീ എഴുന്നേക്ക. കർത്താവ് എന്നിപ്പോ വളരെ എന്ത് ചെയ്തോണ്ടിരിക്കുക? എഴുന്നേപ്പിച്ചോണ്ടിരിക്കുക. പേര് സെക്ഷനിലാണ്. ഉദാഹരണം പറഞ്ഞോട്ടോ, സത്യമില്ല ഞാൻ പറഞ്ഞു. ഞാൻ അവിടെ വാക്കുണ്ട്, പലരും പറഞ്ഞു കേട്ട് ഞാൻ അറിഞ്ഞു. വായിച്ചു നോക്കിയാൽ മതി. പലരും പറഞ്ഞു കേട്ട് ഞാൻ അറിഞ്ഞു. ഈ പലരും പറഞ്ഞു കേട്ട് അറിയാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ ആകത്തു. പ്രതീക്ഷിക്കാത്ത പലരും വെളിപ്പാട് കയറുകയും ചെയ്യും. ബാക്കി ശ്രദ്ധിച്ചു വായിച്ചാൽ ഇല്ല. പലരും പറഞ്ഞ് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഈ സ്വന്തമായിട്ട് എന്തെങ്കിലും അതുകൊണ്ടോ? 9-ാം അധ്യായത്തിലുണ്ട്. അത് കറക്റ്റ് ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. 11 വായിച്ചു. 9, 11 കർത്താവ് അഡ്രസ് കൊടുക്കുവോ? പേരും അഡ്രസ്സും കൊടുക്കുവോ? നോക്കണം, നീ എന്ന് കൈ വെക്കുമ്പോ സൗഖ്യം കിട്ടുമെന്ന് അവൻ കണ്ടെന്ന്. ശൗല് വെളിപ്പാടി കയറി. പ്രാർത്ഥിക്കുക മാത്രമല്ല, പ്രാർത്ഥിച്ചവൻ വെളിപ്പാടി കയറി. അടുത്ത വാക്യം. ഇതാരെ പഠിപ്പിക്കുന്നത്?
ശിഷ്യൻ ഇപ്പൊ ആരെയാ പഠിപ്പിക്കുന്നത്? കർത്താവിനോട് പറയും, കർത്താവ് ആ മനുഷ്യനെ പറ്റി നിനക്ക് അറിയാവോ? ചോദിക്കോ. ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. പലരും പറഞ്ഞ് കേട്ട ആള് ഡൗൺ ആയിപ്പോയി. അവൻ അധികാരപത്രത്തെ പേടിച്ചു അല്ലേ? അതുകൊണ്ടല്ലേ കർത്താവ് നീ ചെല്ലണം, ഞാൻ അവനെ തിരഞ്ഞെടുത്താന്ന് പറഞ്ഞു അല്ലേ? ആമേൻ. നമുക്ക് എന്തെങ്കിലും വ്യക്തമായ അറിവുണ്ടാകണം. പലരും പറഞ്ഞു കേട്ടു നമ്മൾ ശ്രദ്ധ കൊടുക്കാൻ പോകും നമ്മുടെ വിഷയം പോകത്തുള്ളൂ. പ്രതീക്ഷിക്കാത്ത ചില വെളിപ്പാടേക്ക് അവൻ പ്രാർത്ഥിച്ച് പുറത്ത് വന്നിട്ടും പലരും അവനെ വിശ്വസിച്ചില്ല. പക്ഷെ അതിലും പറഞ്ഞു അവൻ മേൽക്കും മേലോ ശക്തി പ്രാപിച്ചു. ആമേൻ, സ്തോത്രം. പലരെയും മിണ്ടാതാക്കി അല്ലേ? എത്ര പ്രസംഗമായിരുന്നു? സ്തോത്രം. പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ കയറി കഴിഞ്ഞാൽ വെളിപ്പാടിന്റെ മണ്ഡലത്തിലൂടെ ഈ സഭയ്ക്കകത്ത് പ്രാർത്ഥനയുടെ തലം വെളിപ്പെടട്ടെ. പ്രാർത്ഥനയുടെ തലം വെളിപ്പെടട്ടെ. ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ ചിലത് നിന്റെ വീടിന്റെ മുമ്പിൽ തന്നെ വരും. അത് വഴി തെറ്റത്തില്ല. എല്ലാ കണ്ണുകളും അടച്ചു. ഓ നിന്റെ മുഖ ശോഭ മൂലം എന്റെ ദുഃഖം തീർന്നു പോയി. നിന്റെ മുഖ ശോഭ മൂലം എന്റെ ദുഃഖം തീർന്നു പോയി. പരമേശ നീ അത്രയും രക്ഷാസ്ഥാനം. ആദിങ്കൽ കൈപ്പാകിലും അന്യമോ മധുരമത്രേ. ആദിങ്കൽ കൈപ്പാകിലും അന്യമോ മധുരമത്രേ. പരമേശ പരമരുളീശ നീ അത്രയും രക്ഷാസ്ഥാനം.
പിതാവേ, ഞങ്ങളുടെ വലിയ സാന്നിധ്യത്തിനായിട്ട് നന്ദി പറയുന്നു. തുടങ്ങിയ സമയം മുതൽ ഈ നിമിഷം വരെ നിങ്ങളുടെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിന്നു. കർത്താവെ, ശ്രദ്ധ കുറഞ്ഞെടുത്ത ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാൻ, കർത്താവെ ചില വിടുതലുകൾ കാണുവാൻ, കർത്താവിനോട് കൂടുതൽ അടുത്ത് വസിപ്പാൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാൻ. കർത്താവ് വിളിച്ചപ്പോഴേ പറഞ്ഞല്ലോ കൂടിയിരിക്കാൻ, അങ്ങനെയാണല്ലോ വിളിച്ചത്. കർത്താവ് അല്പസമയം ഇച്ചൂടെ നേരത്തെ ഇച്ചൂടെ സമയം കണ്ടെത്തിയിരിക്കുവാൻ സ്വർഗത്തിൽ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. അടിയനെ ദൈവം ഉപയോഗിച്ചതിനായിട്ട് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വന്തം എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച ദൈവഭൃത്തിനും നന്ദി അറിയിക്കുന്നു. അദ്ദേഹം അച്ഛനോടൊപ്പം ഇവിടെ ആയിരുന്നു. നന്ദി. വലിയ ഒരു അനുഭവമായിരുന്നു. വലിയൊരു ദൈവസാന്നിധ്യം അനുഭവിക്കാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകില്ല. ഒരുമിച്ച് പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലേക്ക് കയറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നന്ദി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ചില നിമിഷങ്ങൾ ദൈവം നമുക്ക് തരുവാൻ ഇടയായി തീർന്നു. ദൈവിക സാന്നിധ്യം നമുക്ക് അതിശക്തമായിട്ട് അനുഭവിച്ചറിയുവാൻ ദൈവം സഹായിച്ചു. ദൈവദാസനെ നമ്മുടെ മധ്യത്തിൽ ദൈവം അതിശക്തമായിട്ട് ഉപയോഗിക്കുവാൻ ദൈവം ഇടയാക്കി. പ്രിയ ദൈവദാസന് നന്ദി ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുന്നു. തൻ്റെ ശുശ്രൂഷകളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തന്നെ ഈ ദിവസങ്ങളിൽ അതിശക്തമായിട്ട് തന്നെ ഉപയോഗിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടയ്ക്കാം. പ്രാർത്ഥനയോടെ രാത്രികാലം കടന്നു പോകാം. പ്രിയ പിതാവേ, അങ്ങയുടെ ദിവസങ്ങളിലേക്ക് വീണ്ടും അടികൾ കടന്നു വരുന്നു. ഇത് രാത്രികാലം അടികളോട് വ്യക്തമായിട്ട് ഇടപെട്ട അവിടുത്തെ കൃപകൾക്കായി സ്തോത്രം. കർത്താവെ, പ്രിയ ദേവദാസൻ അടികളുടെ മധ്യത്തിൽ കർത്താവെ ഉപയോഗിച്ച അവിടുത്തെ വലിയ ദയക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, പ്രിയദാസൻ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, താനെ കർത്താവെ ദേശത്തായിരിക്കുമ്പോൾ കർത്താവെ ദൈവിക സാന്നിധ്യം കൊണ്ട് നിറയപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുവാൻ കർത്താവ് ഇടയാക്കുന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവ് തന്നെ വീണ്ടും കർത്താവ് ദേശത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ നാട്ടിലെ ശുശ്രൂഷകളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തന്റെ കുടുംബമായിട്ട് ഞങ്ങൾ യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തന്റെ ശുശ്രൂഷകൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രികാലം ഞങ്ങളുടെ വ്യക്തമായിട്ട് ഇടപെട്ട അവിടുത്തെ ദൈവിക സ്നേഹത്തിനായി സ്തോത്രം. കടന്നു പോകുന്ന എല്ലാവരും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ബലത്തോടെ കടന്നു പോകുവാനും കർത്താവ് ഈ സാന്നിധ്യത്തോടെ ജീവിപ്പാനും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ ജീവിത അത്ഭുതങ്ങൾ ചെയ്യുന്ന കൃപകൾക്കായി സ്തോത്രം. പിന്നെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥനകരായി സ്തോത്രം. അടിയിൽ പിരിയുന്നു. പിരിയാത്ത ദൈവിക സാധ്യത വെച്ചാൽ ഇനി കാണുവരെ അവരുടെ മറവിൽ മറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകരനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകരനായി സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും കേട്ട ദൈവത്തോടും പ്രിയ ദേവദാസനോടും നമ്മോടും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ഫോർ കമ്മിങ്. ചെറിയ സ്നാക്സ്